12 വർഷം നേഴ്സായിരുന്ന ലിൻഡ ചേച്ചി എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് അല്ലെ ഇങ്ങനെ ഒരു ബിസിനസ് ഇതിലേക്ക് ഇറങ്ങി തിരിച്ചതെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് അവിടെ വരുന്ന ഒരുപാട് കോൾസ്, അതേപോലെ തന്നെ നേരിട്ട് കാണുമ്പോഴാണ് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. സക്സസ് ആയെന്ന് തോന്നുന്നു, ഇനി അല്ലെങ്കിലും ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് എന്താ തോന്നുന്ന ഫ്ലോറൻസ? നമ്മൾ ഇതിന്റെ എന്താ പറയാ, സക്സസിന്റെ ചവിട്ടുപടികൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുവാന്ന് പറയാം. കാരണം എനിക്ക് ഇതിന്റെ ഒരു ഫാമിലി ഹിസ്റ്ററിയോ ഒന്നുമില്ല, ബിസിനസ്സുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു ഫാമിലി ആയിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, എന്ന് നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റിന്റെ വീഡിയോ, ഇത് ഡ്രസ്സ് വന്നേക്കുന്ന മെറ്റീരിയൽ, ഇത് മാത്രം കേട്ട് നിങ്ങൾക്കും ബോറടിക്കാൻ തുടങ്ങിയില്ലേ? ചെറുതായിട്ട് എൻ്റെ ഒരു സ്റ്റോറി, അതായത് മീൻസ് ഞാൻ ജനിച്ചു വളർന്ന് ഇത്രയും ഇതിലേക്ക് എത്തിയ ആ ഒരു സക്സസ് സ്റ്റോറി, അത് നിങ്ങൾക്ക് കേൾക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു സീരീസ് പോലെ നമുക്ക് തുടങ്ങാം. ഒരു പാട്ടായിട്ട്. എല്ലാ ദിവസവും ഒന്നും പറയാൻ സമയവും സാഹചര്യവും ഒന്നും ഉണ്ടാവുമെന്ന് അറിയത്തില്ല. ബിക്കോസ് പർച്ചേസിങ്ങിനൊക്കെ പോകുമ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടയെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു 10-15 വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ ജയ്പൂരൊക്കെ പർച്ചേസിങ്ങിനൊക്കെ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ പറയാനായിട്ട് നമുക്കൊരു മൂഡ് വേണമല്ലോ, മീൻസ് കേട്ടിരിക്കാൻ നിങ്ങൾക്കും അത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണമല്ലോ. അപ്പൊ എനിക്ക് പറ്റുന്നത് പോലെ ഞാനത് ജസ്റ്റ് കുഞ്ഞു കുഞ്ഞു കഥകളായിട്ട് എൻ്റെ ജീവിതത്തിലുണ്ടായ സാഹചര്യങ്ങളും പ്രശ്നങ്ങളും, ഞങ്ങൾ ഇതിനകത്തേക്ക് ഇറങ്ങി തിരിച്ചപ്പം ഫേസ് ചെയ്ത പ്രശ്നങ്ങളും, അതേപോലെ നമുക്ക് ആരൊക്കെ ഹെൽപ്പായി, അങ്ങനെ ഒരുപാട് മീൻസ് ഇതിനകത്തേക്ക് അല്ലെ ഒരു ബിസിനസ്സിനകത്തേക്കോ അല്ലെ ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് തന്നെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു മോട്ടിവേഷൻ അല്ലെ ഒരു പ്രചോദനമാകാൻ വേണ്ടിയിട്ട് എനിക്കത് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം. ഒരുപാട് പേര് നമുക്ക് അവിടെ ഓൺലൈനിൽ വിളിച്ച് എൻ്റെ നമ്പറൊക്കെ മേടിച്ചിട്ട് അഡ്വൈസ് ഒക്കെ ചോദിക്കാറുണ്ട്. എനിക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞും കൊടുക്കാറുണ്ട്. ബിക്കോസ് ഞാനൊക്കെ ഇതിനകത്തേക്ക് വന്നപ്പം ഇത്രയൊന്നും ഓൺലൈൻ സൈറ്റുകളോ ഇത്രയൊന്നും ഷോപ്പുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം അതിനകത്തു നിന്നൊക്കെ നമ്മൾ ഈ ഒരു മേഖലയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഫേസ് ചെയ്ത കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പം എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ബാക്കിയുള്ളവരെയൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്ത് തരാം. അതേപോലെ തന്നെ ഞാൻ എങ്ങനെ ഇതിനകത്തേക്ക് വന്നു എന്നുള്ളതും കൂടെ പറയാം. അപ്പം നമുക്കിത് പാർട്ട് 1 ആക്കാം അല്ലേ? ഇപ്പം ജസ്റ്റ് ഈ ഒരു ഡ്രസ്സിന്റെ കാര്യങ്ങൾ പറഞ്ഞേക്കാട്ടോ, ഇതിനിടയിൽ കൂടെ അതും കൂടെ നടന്നേക്കട്ടോ അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് കൂട്ടി പോകത്തില്ലേ? ഇന്നത്തെ നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു വൈറ്റ് ഷെയ്ഡിലേക്ക്, അതും വൈറ്റ് ആൻഡ് ലാവൻഡർ കോമ്പിനേഷനിലേക്ക് വന്നിരിക്കുന്ന 3-piece സെറ്റ് ആട്ടോ. ഇത് പ്യുവർ കോട്ടൺ ഫാബ്രിക്കിനകത്തേക്കാണ് വന്നിരിക്കുന്നത്. സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്, ലാവൻഡർ കളറിലേക്കുള്ള ഒരു ദുപ്പട്ടയും 3-piece സെറ്റ് ആണ്. 1590 റേറ്റിലേക്കാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ടോപ്പ് സ്ലിപ്പ് പാറ്റേണിലേക്കാണ് ഫുള്ളായിട്ട് തന്നെ ആരി വർക്ക്, അതായത് ത്രെഡിന്റെ ഒരു എംബ്രോയിഡറി വർക്ക് ഇതിനകത്തേക്ക് വന്നേക്കുന്നത്. ബാക്കിലേക്ക് പ്ലെയിൻ ആയിട്ടോ, ഉള്ളിലേക്ക് സ്ലിപ്സ് യൂസ് ചെയ്യണം ബിക്കോസ് ലൈനിങ് ഇല്ല. ടോപ്പ് സ്ലിപ്പ് പാറ്റേണിലേക്കാണ്, വിത്തൗട്ട് ലൈനിങ് ഞാൻ പറഞ്ഞല്ലോ അല്ലെ. 1 സൈഡ് പോക്കറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ സൈസ് ചാർട്ട് നോക്കിയിട്ട് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യണം. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് എക്സൽ സൈസ് ആയിട്ടേക്കുന്നത്. അപ്പൊ ബാക്കി തിരിച്ചെന്റെ കഥയിലേക്ക് തന്നെ വരാം. ഞങ്ങൾ ഇപ്പൊ താമസിക്കുന്ന കോഴിക്കോട് ജില്ലയിലാണെന്ന് എല്ലാവർക്കും തന്നെ ഓൾമോസ്റ്റ് അറിയായിരിക്കും അല്ലെ. നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷനും ഒക്കെ കോഴിക്കോടാണ്. അതായത് കോഴിക്കോട് ജില്ലയിൽ തിരുവമ്പാടി എന്ന് പറയുന്ന സ്ഥലത്താട്ടോ. നമ്മുടെ തുരങ്കപാതയൊക്കെ വരുന്നതിന്റെ അടുത്തായിട്ട് വരും. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെയല്ല, എന്നെ ഇങ്ങോട്ടേക്ക് കല്യാണം കഴിച്ചു വന്നത്. എന്റെ സ്വന്തം വീട് വരുന്നത് മലപ്പുറം, നമ്മുടെ കോഴിക്കോടിന്റെ തൊട്ടയൽ ജില്ലയായ മലപ്പുറം ജില്ലയിലെ കരുവാരകുണ്ട് എന്ന് പറഞ്ഞ സ്ഥലം. നമുക്ക് നിലമ്പൂരിൽ നിന്നും മഞ്ചേരിയിൽ നിന്നും പെരിന്തൽമണ്ണയിൽ നിന്നും മൂന്നിടത്തുനിന്ന് ഓൾമോസ്റ്റ് സെയിം ഡിസ്റ്റൻസ് ആണ് ഈ കരുവാരകുണ്ടിലേക്ക്. കരുവാരകുണ്ടാണ് ഞങ്ങളുടെ കുഞ്ഞു ടൗൺ വരുന്നത്. അവിടുന്ന് പിന്നെയും കുറെ കൂടെ ഉള്ളിലേക്ക് പോകണം. കൽക്കുണ്ടെന്ന് പറഞ്ഞൊരു മലയോര പ്രദേശം. അവിടെ ഒരു സാധാ കർഷക കുടുംബത്തിൽ തോമ്പുനയിൽ ചാക്കോച്ചന്റെയും ലീലാമ്മയുടെയും ഇളയ മകളായിട്ട് ഞാൻ ജനിച്ചു. എന്നാൽ ഫുൾ സ്റ്റോപ്പ് കേട്ടോ. ബാക്കി നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ.